ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം പ്രധാന ഡോക്ടറിനൽ മീഡിയയിലൂടെ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരികൾക്കും കർത്താവായ യേസു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഉണ്ടായി എന്നും അതനുസരിച്ച് യോന നിനിവേ നഗരത്തിലേക്ക് പോയി കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ ഇനിയും 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ ഉന്മൂലമാകും എന്ന് പ്രസംഗിച്ചതായും ആ പ്രസംഗത്തിന്റെ ഫലമായി നിനിവയിലെ ജനം തങ്ങളുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടു എന്നും കർത്താവ് അവരുടെ മാനസാന്തരം പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല എന്ന് നാം ഇന്നലെ ചിന്തിച്ചുവല്ലോ. എന്നാൽ ഇന്നത്തെ ചിന്തയ്ക്കായി യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു എന്ന് 1-ാം വാക്യത്തിൽ വായിക്കുന്നു. ഏത് കാര്യത്തിലാണ് യോനയ്ക്ക് ഇഷ്ടക്കേട് ഉണ്ടായത്, എന്തിനാണ് യോനയ്ക്ക് കോപം വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ യഹോവ നിനിവയിലുള്ള ജനത്തെ ശിക്ഷിക്കാത്തത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നിനിവയിലുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്നതായിരുന്നു യോനയുടെ ആഗ്രഹം. എന്നാൽ തൻ്റെ പ്രസംഗം കേട്ട നിനിവയിലുള്ളവർ മാനസാന്തരപ്പെടുന്നു, കർത്താവ് അവരെ ശിക്ഷിക്കാതെ വിടുന്നു. ഈ കാര്യങ്ങളൊന്നും യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, യോന കർത്താവിനോട് കോപിക്കുന്നവനായും മാറുന്നു. മാത്രമല്ല, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു എന്ന് 2-3 വാക്യങ്ങളിൽ വായിക്കുന്നു. ഇവിടെ യോനയ്ക്ക് അനിഷ്ടമുണ്ടാകാനും കർത്താവിനോട് കോപിക്കാനും യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പ്രാർത്ഥിക്കേണ്ടതുമായ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? വാസ്തവത്തിൽ യോന എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ നിനിവേ നഗരത്തിലേക്ക് പോയി പ്രസംഗിച്ചത് കാരണം ആ നിനിവയിലുള്ളവർ മാനസാന്തരപ്പെട്ടല്ലോ, കർത്താവ് അവരെ ശിക്ഷിച്ചില്ലല്ലോ, കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഫലം കണ്ടല്ലോ എന്ന് സന്തോഷിക്കല്ലേ വേണ്ടത്? നമ്മൾ ആരോടെങ്കിലും സുവിശേഷം പങ്കുവെച്ചാൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും. അതുപോലെ സന്തോഷിക്കേണ്ട യോന ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. യോനയ്ക്ക് അത്രയ്ക്കും വെറുപ്പായിരുന്നു നിനിവയിലുള്ള ജനത്തിനോട്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ടു പോയത് എന്ന് യോന താൻ കോപിക്കുന്നതിൻ്റെ കാരണം ഇവിടെ വ്യക്തമാക്കുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ച കർത്താവ് നിനിവയിലുള്ള ജനങ്ങളോട് ദീർഘക്ഷമ കാണിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായ യോനയ്ക്ക് മാത്രം എന്തിനാണ് നിനിവയിലുള്ളവരോട് അനിഷ്ടം? യോന ഇങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു, ഞാൻ അനുസരണക്കേട് കാണിച്ച് കർത്താവിൻ്റെ സന്നിധി വിട്ട് ഓടിപ്പോയി എന്നോട് കർത്താവ് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായതുകൊണ്ടല്ലേ എന്നെ ശിക്ഷിക്കാതെ വീണ്ടും ചേർത്ത് പിടിച്ചത്? അതുപോലെയാണ് കർത്താവ് നിനിവയിലുള്ള ജനങ്ങളെയും ചേർത്ത് പിടിച്ചത് എന്ന്. 4-ാം വാക്യത്തിൽ യഹോവ ചോദിക്കുന്നു, നീ കോപിക്കുന്നത് വിഹിതമോ എന്ന്. അനന്തരം യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്ത് ഇരുന്ന് അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു എന്ന് 5-ാം വാക്യത്തിൽ വായിക്കുന്നു. നിനിവയിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നും കർത്താവ് അവരോട് അനുതാപം കാണിച്ചു എന്നും യോനയ്ക്ക് അറിയാം. എങ്കിലും ഈ വാക്യത്തിൽ വായിച്ചതുപോലെ ഈ നിനിവേ നഗരത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ടതിന് നിനിവേ നഗരത്തിന് കിഴക്കേ വശത്ത് ഇരുന്ന് അവിടെ ഒരു കുടിൽ ഉണ്ടാക്കി അതിൻ്റെ തണലിൽ പാർക്കുകയാണ്. നിനിവയിലുള്ളവർ മാനസാന്തരപ്പെട്ടല്ലോ, കർത്താവ് ഈ ജനങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് യോന നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണേണ്ടതിന് കുടിലുണ്ടാക്കി പാർക്കണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചെറിയ ആശയം ഇവിടെ കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ നിനിവേ നഗരം 3 ദിവസത്തെ വഴിയുള്ള നഗരം. ഈ നഗരത്തിൻ്റെ ഒരു ദിവസത്തെ വഴി ചെന്ന് പ്രസംഗം ചെയ്തപ്പോഴേക്കും അവിടെയുള്ള ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. എന്നാലും യോന പ്രസംഗിച്ചത് ഇനിയും 40 ദിവസം കഴിഞ്ഞാൽ നിനിവേ ഉന്മൂലമാകും എന്നാണ്. അതിന് ഇനിയും ചില ദിവസങ്ങൾ കൂടെ ഉണ്ട്. ഒരു പക്ഷേ ഈ നിനിവയിലുള്ളവർ വീണ്ടും യഹോവയോട് പാപം ചെയ്താൽ യഹോവ അവരെ ശിക്ഷിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരിക്കാം യോന കുടിലും കുത്തി താമസിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നു.
എന്തായാലും യോനയുടെ മനോഭാവം എന്നത് നിനിവയിലുള്ള ജനങ്ങളോട് യാതൊരു വിധത്തിലും കരുതൽ ഇല്ലാത്തവൻ, മാത്രമല്ല അവരോട് ക്ഷമിക്കാനും മനസ്സില്ലാത്തവൻ എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച വേദഭാഗത്തിൽ നിന്നും ഇനി ചിന്തിക്കാൻ പോകുന്ന വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തെന്നാൽ, യോനയുടെ സങ്കടം കണ്ട യഹോവ ആ സങ്കടത്തിൽ നിന്ന് അവനെ വിടുവിക്കേണ്ടതിനും അവന്റെ തലയ്ക്ക് തണൽ നൽകേണ്ടതിനും ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കിയെന്നും ആ ആവണക്ക് വളർന്നു പൊങ്ങി അതിൽ നിന്നും നല്ല തണൽ യോനയ്ക്ക് ലഭിച്ചു എന്നും അതുകൊണ്ട് യോന സന്തോഷിച്ചു എന്നും നമുക്ക് കാണാൻ കഴിയും. യോനയുടെ സന്തോഷം കേവലം ആവണക്കിലായിരുന്നു, അല്ലാതെ താൻ നിമിത്തം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ നിനിവേ നിവാസികളുടെ അല്ലായിരുന്നു. എന്നാൽ 7-8 വാക്യത്തിൽ പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് ആവണക്കിനെ കുത്തിക്കളഞ്ഞത് കൊണ്ട് അത് വാടിപ്പോയി എന്നും സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തിയെന്നും വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞതായി നാം കാണുന്നു. 9-ാം വാക്യത്തിൽ ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നതായും യോന ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞതായും നാം വായിക്കുന്നു. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്വാനം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനിവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു എന്ന് 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. യോന ഏറ്റവും ആശ്വാസമായി കണ്ട ആവണക്ക് ചെടിയെ സ്നേഹിച്ചതിനേക്കാൾ എത്ര അധികമായി ദൈവം നിനിവേ നിവാസികളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് യോനയെ അറിയിച്ചു കൊടുക്കാനാണ് ദൈവം ആവണക്കിനെ മുളപ്പിച്ചതും ഉണക്കിക്കളഞ്ഞതും. പ്രിയ സഹോദരികളെ, യോനയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നാം ഈ 4-ാം അധ്യായത്തിൽ ചിന്തിച്ചു. യോനയ്ക്ക് നിനിവയിലുള്ള ജനങ്ങളോട് വെറുപ്പോ വൈരാഗ്യമോ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിനിവയിലുള്ള ജനങ്ങൾ യോനയോട് വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. തൻ്റെ സ്വന്തം ദേശത്തോടുള്ള സ്നേഹമാണ് അതിന് കാരണം ആയാലും യഹോവ അവരോട് ക്ഷമിച്ചിരിക്കെ മനുഷ്യനായ യോനയ്ക്ക് എന്തിനാണ് അവരോട് പക? അവരുടെ നാശം കാണാൻ എന്തിനാണ് യോന കുടിലും കുത്തി കാത്തിരിക്കുന്നത്? സഹോദരികളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും യോനയുടെ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവം മാറിയിട്ടില്ലേ? നമ്മോട് ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും നമ്മുടെ മനോഭാവം എന്താണ്? അവരോട് പകരത്തിന് പകരം ചെയ്യാനുള്ള മനസ്സാണോ നമ്മിലുള്ളത്? അങ്ങനെയുള്ളവർ ഒരിക്കലും നന്നാവരുത് എന്ന് നാം യോനയെപ്പോലെ കുടിലും കുത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുവോ? അവരുടെ നാശത്തിനായി കാത്തിരിക്കുന്നവരാണോ? യോനയുടെ സന്തോഷം എന്നത് തനിക്ക് തണൽ തന്ന ആവണക്കിനോട് മാത്രമായിരുന്നു, നശിച്ചു പോകുന്ന നിനിവയിലുള്ള ജനങ്ങളോട് അല്ലായിരുന്നുവല്ലോ. അതുപോലെ നമുക്ക് തണൽ തരുന്ന ചില ആവണക്കിനെ പോലുള്ളവരോട് മാത്രമാണോ നമ്മുടെ സന്തോഷം? നാം ചിന്തിക്കാം. സഹോദരിമാരെ, നമ്മുടെ കർത്താവിൻ്റെ മനോഭാവത്തിൽ നാം വളരാം. മത്തായി എഴുതിയ സുവിശേഷം 6-14-15 എന്നീ വാക്യത്തിൽ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. അതുപോലെ മത്തായി 18-35 നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും എന്ന് വായിക്കുന്നു. അതുകൊണ്ട് നാം നമുക്ക് വിരോധമായിട്ട് ആര് എന്ത് പ്രവർത്തിച്ചാലും നാം അവരോട് മനഃപൂർവ്വമായി ക്ഷമിക്കാം. നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കില്ല. മത്തായി 5:23 ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിറന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന് കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് ജീവിക്കാം. നിനിവയിലുള്ള ജനങ്ങളോട് അയ്യോഭാവം തോന്നിയ കർത്താവിൻ്റെ മക്കളായി നാമും കർത്താവിൻ്റെ ചിന്തയിൽ തന്നെ വളരാം. അതിനായി ഈ ചെറിയ ചിന്ത സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.